ഇന്ന് എൻ്റെ വീട്ടിൽ പഴംപൊരി ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കും കൂടെ ഈ പഴംപൊരിയുടെ റെസിപ്പി പരിചയപ്പെടുത്താമെന്ന്. എല്ലാവർക്കും അറിയാം പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാമെന്ന്. എന്നാൽ ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ മിക്സ് തയ്യാറാക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പ് മൈദയ്ക്ക് 1-1.5 സ്പൂൺ അരിപ്പൊടി ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. പിന്നെ അതിലൊരു നുള്ളു ഉപ്പ്, 1 നുള്ളു സോഡാപ്പൊടി ഇടാറുണ്ട് കേട്ടോ. പിന്നെ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർക്കാറ്. മഞ്ഞ കളർ വേണമെങ്കിൽ ചേർക്കാൻ കുഴപ്പമില്ല. പിന്നെ 1 കോഴിമുട്ട, 1.5 കോഴിമുട്ട, 2 കോഴിമുട്ട ഉടച്ചൊഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ മധുരം നന്നായിട്ട് മുന്തി നിൽക്കലേ തന്നെ പഞ്ചസാര ഇടും കേട്ടോ. പിന്നെ ഇതൊക്കെ മിക്സ് ചെയ്യണത് ഞാൻ കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, പച്ചവെള്ളത്തിലല്ല. ഇതാണ് എൻ്റെ പഴംപൊരിയുടെ മിക്സിന്റെ റെസിപ്പി. അപ്പോൾ പഴംപൊരി പൊരിക്കണ ദിവസം എൻ്റെ പാത്തൂന് ഭയങ്കര ലക്കാണ്. കാരണം ഒരു വെടിക്ക് 2 ഭക്ഷിയാണ് ഞങ്ങളുടെ വീട്ടിൽ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ. കാരണം പഴംപൊരി ഞങ്ങളും കഴിക്കും, പഴത്തൊലി ഇവൾക്കും കൊടുക്കും. കാരണം പഴംപൊരി ഒന്നും ഇവൾക്ക് കൊടുക്കാൻ പാടില്ല, ഇവള് ഗർഭിണിയാണ്. പിന്നെ പ്രത്യേകിച്ച് മാടുകൾക്കൊന്നും വെളിച്ചെണ്ണയിൽ പൊരിച്ച പലഹാരങ്ങളോ നെയ്യിലുണ്ടാക്കിയ സാധനങ്ങളോ ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവറ്റേങ്ങ അത് തിന്നും, പക്ഷേ അവറ്റേക്ക് വയറിന് പിടിക്കൂല. അപ്പോൾ വല്ല വയറുവേദന ഒക്കെ എടുക്കും, ഗ്യാസ് വരും, പിന്നെ സ്തംഭിക്കും വയറൊക്കെ, എന്തെങ്കിലും അപകടങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ പഴത്തൊലി അവൾ ഇങ്ങനെ തിന്നണം നോക്കി നിന്ന് പാത്തിങ്ങനെ തിന്നണം നോക്കി നിന്നപ്പോൾ ഞാൻ ആദ്യത്തെ ട്രിപ്പ് പഴം വെളിച്ചെണ്ണയൊക്കെ കൂടുതലും മരിഞ്ഞു ഒന്നും അറിഞ്ഞില്ല കേട്ടോ. പാവം പാത്തൂന്ന് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ്. പാവം പാത്തോൾക്ക് പഴംപൊരി തിന്നാൻ പറ്റില്ലോ എന്നിങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കുമ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷേ രണ്ടാമത്തെ ട്രിപ്പ് അടിപൊളിയായി കിട്ടിയിട്ടാ. അപ്പോൾ അതേ പഴംപൊരി ഓർത്തപ്പോൾ, പഴംപൊരി കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ ഓർമ്മ വരികയാണ്. പണ്ടത്തെ കാലത്തൊക്കെ എല്ലാവരുടെ വീട്ടിലും പഴംപൊരി ഉണ്ടാക്കും. വിരുന്നുകാരൊക്കെ വരുമ്പോൾ എത്ര പ്രാവശ്യം വിരുന്നുകാർ വന്നാൽ എല്ലാ പ്രാവശ്യം പഴംപൊരിയും പിന്നെ ചേമ്പപ്പും ഉണ്ടാക്കിയാണ് കൊടുക്കാറ് പണ്ടൊക്കെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണം. നമ്മളെ നാടിൻ്റെ പലഹാരങ്ങളാണ് പഴംപൊരിയൊക്കെ. നമ്മളെ കേരളത്തിൻ്റെ പലഹാരമാണ്. അഭിമാനപൂർവ്വം നമുക്ക് പറയാം പഴംപൊരിന്ന്. അപ്പോൾ ഇതൊക്കെ എക്സ്റ്റിങ്ക്റ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ നമ്മളുടെ ജനറേഷൻ ഇടയ്ക്കിടയ്ക്ക് പഴംപൊരി ഉണ്ടാക്കുക. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനും പഴംപൊരി ഉണ്ടാക്കാൻ അറിയാം, കോഴിമുട്ട പുൾസ് ചെയ്യാൻ അറിയാം, പിന്നെ ചായ ഉണ്ടാക്കാനൊക്കെ അറിയാം അല്ലേ. അതേപോലെ എല്ലാവരും അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഇട്ടത് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. വല്ലതും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിനു വേണ്ടി. ബൈ.